അറക്കൽ കൊട്ടാരത്തിൽ നൂറ്റാണ്ടുകളായിട്ട് കത്തിച്ചു വിളക്കുന്ന ഒരു ചിറക്കൽ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്ന ഒരു തമ്പുരാട്ടി വിളക്കിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ വിശദമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് പാർട്ട് എല്ലാവരും പോയി കാണുക, എന്നാലേ ഈ സെക്കൻഡ് പാർട്ട് നമുക്ക് മനസ്സിലാവും. ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിലിടാം, നിങ്ങളെല്ലാവരും ചാനലിൽ പോയിട്ട് കാണുക. അതുപോലെ നമ്മുടെ അറക്കൽ മ്യൂസിയത്തിനോട് ചേർന്നാണ് കേട്ടോ ഒരു പഴയ അറക്കൽ പുതിയ പള്ളി എന്നാണ് ഈ പള്ളിക്ക് പറയാം. ഞാൻ കണ്ട പള്ളികളിൽ കണ്ണൂരിൽ അവരുടെ അറക്കൽ സ്വരൂപത്തിൻ്റെ പള്ളികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പള്ളി എന്ന് പറയുന്നത് നമ്മുടെ ഈ പള്ളി കേട്ടോ. ഭയങ്കര ഒരു ഒരു മിസ്റ്റിക് ഫീലുള്ള പള്ളിയാണ്. ഒരു ഡാർക്ക് ആൻഡ് ലൈറ്റ്, ഒരുപാട് ഒരുപാട് തൂണുകൾ ഒക്കെ ആയിട്ട് നമുക്ക് നല്ലൊരു അനുഭൂതി കിട്ടുന്ന ഒരു പള്ളിയാണ്. പഴയ കുളവും അതിൻ്റെ മുമ്പിലായിട്ടുണ്ട്. അറക്കൽ കൊട്ടാരത്തിൽ വരുന്ന സമയത്ത് നിങ്ങളെല്ലാവരും ഈ പള്ളികളും കൂടി കാണാൻ ശ്രമിക്കുക. അത് നിങ്ങളിലെ ഒരു വലിയ അനുഭൂതി തന്നെയായിരിക്കും ഉണ്ടാക്കുക. നമ്മുടെ അടുത്ത വീഡിയോസിലേക്ക് നമുക്ക് ചിറക്കൽ കൊട്ടാരവും തമ്പുരാനെ കുറിച്ചിട്ടൊക്കെ വീഡിയോ ചെയ്യണം. ആ വിശാല മനസ്കരായ അറക്കൽ പോലെ തന്നെ വിശാല മനസ്കരായ വലിയൊരു രാജകുടുംബമാണ് ചിറക്കൽ രാജകുടുംബം. നമ്മൾ അവരുടെ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അറക്കലിൽ നൂറ്റാണ്ടുകളായിട്ട് കത്തിച്ച് വെക്കുന്ന തമ്പുരാട്ടി വിളക്കിനെ കുറിച്ചിട്ട് അതിന്റെ ചരിത്രത്തിലേക്ക് കടക്കാം. അപ്പൊ ഈ വിളക്കിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ഒരുപാട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഞാൻ അവിടുത്തെ നാട്ടുകാരിൽ തന്നെ ഒരാളോട് ചോദിച്ച സമയത്ത് മൂപ്പറ ചെറുപ്പകാലഘട്ടങ്ങളിൽ പിന്നെ ഈ വിളക്ക് അവർ പഴയ അറക്കൽ കെട്ടിനകത്ത് കണ്ടതായിട്ട് മൂപ്പർ നേരിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പിറകിൽ ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. പിന്നെ ഒരു ഐതിഹ്യം എന്ന് പറയുന്നത് നമ്മുടെ മക്കത്ത് പോയ ചേരമാൻ പെരുമാളിനെ കാത്തിരിക്കുന്നതാണ്, അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നതാണ് ഈ വിളക്കും ഈ ആ ഷാന ബെഡും എന്നാണ് പറയപ്പെടുന്നത്. കാര്യം മനസ്സിലാക്കുന്നത്, ചേരമാൻ പെരുമാൾ ഈ ധർമ്മടത്തിൽ നിന്നാണ് പോയത്. അപ്പോൾ തന്നെ കത്തിച്ചു വെച്ച വിളക്കാണെന്നും പറയപ്പെടുന്നുണ്ട്. ഒരു വിശ്വാസം എന്ന് പറയുന്നത്, ഈ വിളക്കും ഈ ചന്ദനത്തിരിയൊക്കെ കത്തിച്ചു വെക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയകാല അറക്കൽ രാജവംശത്തിൽ ഒരു ദിവ്യൻ, പേരുകേട്ട ഒരു ദിവ്യൻ രാത്രികാലങ്ങളിൽ ഇന്നും അവിടെ വന്ന് പോകാറുണ്ടെന്നും അവര് എന്ത് ആപൽ ഘട്ടങ്ങളിൽ നാട്ടുകാർക്കും അറക്കലിനൊക്കെ എന്ത് ആപൽ ഘട്ടങ്ങളിലും വിളിച്ചാൽ അവർ അതിന് പരിഹാരം ഉണ്ടാക്കും എന്നുള്ള ഒരു വിശ്വാസമാണ് രണ്ടാമത് ഒരു വിശ്വാസം. അങ്ങനെ വിളിച്ച് അനുഭവങ്ങളുണ്ടായ ഒരുപാട് കഥകൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഒരു വിശ്വാസം നമ്മുടെ ഇസ്ലാമിക ചരിത്രമായ ഹിളർ, മൂസാ നബി അലി ഇസ്ലാമിന്റെ കൂടെ ഉണ്ടായ ഹിളർ അലി ഇസ്ലാമിനെ പറ്റിയാണ്. അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. പിന്നെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്, ചേരമാൻ പെരുമാള് മക്കത്ത് പോകുന്നതിന് മുമ്പ് ഇവിടെ വന്ന് വിശ്രമിച്ചിട്ടുണ്ടെന്നും അതിനാൽ അവരെ കാത്തിരിക്കുന്ന ഒരു വിശ്വാസമാണ് മറ്റൊന്ന്. പിന്നെ അതുപോലെ ഒരു വിശ്വാസം എന്ന് പറയുന്നത്, നമ്മുടെ കോഹിനൂർ ആലി രാജ, നമ്മൾ നേരത്തെ പറഞ്ഞ കോഹിനൂർ ആലി രാജ
കോഹിനൂർ അലി രാജയുടെ പിന്നെ മണിയറ മുറിയാണ് ഇതെന്നും വിശ്വസിക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഇന്നത്തെ പിന്നെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മൾ നെക്സ്റ്റ് ചെറക്കൽ അതുപോലെ ഒരുപാട് ഹിസ്റ്റോറിക്കൽ സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഐ ആം ഷഫീർ ഫ്രം കണ്ണൂർ.